ഇന്ന് പുനലൂർ രൂപതയുടെ പ്രിയങ്കരനായ മെത്രാൻ അഭിമന്യ സിൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ്, അതായത് ഞങ്ങളുടെ ശ്രീ വിജയശ്രീ ഹൈസ്കൂളിൻ്റെ പേട്രൺ അഥവാ രക്ഷാധികാരി അവിചാരിതമായി സ്കൂൾ സന്ദർശിക്കാനിടയായി. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആൾരൂപമായ അഭിമന്യ മെത്രാൻ എല്ലാ ക്ലാസ്സുകളിലും കയറുകയും കുട്ടികളുമായി നർമ്മസംഭാഷണത്തിൽ ഏർപ്പെടുകയും പഠനത്തിൽ ടൈം മാനേജ്മെൻറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അഭിമന്യ പൊന്നുമുത്തൻ പിതാവ് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. How many of you have personal timetable? Families, isn't it? നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ ബ്ലെസ്സിങ് അല്ലേ? അല്ലേ? പാരന്റ്സ് ആർ യുവർ ബ്ലെസ്സിങ് ഓൾസോ. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും ഒരു ബ്ലെസ്സിങ് ആണ്. അധികാരത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ യാതൊരു ജാടയോ ഹുങ്കോ ഒന്നും വെച്ചു പുലർത്താത്ത ലാളിത്യത്തിൻ്റെ പ്രതിരൂപമായ പര്യായമായ അഭിമന്യ മെത്രാൻ കുട്ടികളുമായി നല്ലൊരു ഇൻട്രാക്ഷൻ നടത്തുകയും അവരെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. എളിയവരെ ഉയർത്തുന്ന കർത്താവ് ഈ മഹാപുരോഹിതനിലൂടെ പുനലൂർ രൂപതയ്ക്ക് ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. അഭിമന്യ മെത്രാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്കൂളിൻ്റെ ഒരനുഗ്രഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടികളും ഞങ്ങൾക്ക് ഒരനുഗ്രഹമാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരനുഗ്രഹമായി മാറണം. ഓരോ വിഷയത്തിനും എത്ര സമയമാണ് ചെലവഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അഭിമന്യ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തീർച്ചയായും ഒരനുഗ്രഹമാണ്. അങ്ങയുടെ മാതാപിതാക്കളെ ദൈവം തമ്പുരാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എളിമയെന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. ദൈവമേ, ഞങ്ങളെ എളിമയുള്ള മനുഷ്യരാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടി പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന പിതാവ് ഒരു അനുഗ്രഹീത കലാകാരനാണ്, ഒരു ഗാനരചയിതാവാണ്. അഭിമന്യ പിതാവ് ആദ്യത്തിനെ കൊണ്ട് അതിമനോഹരമായൊരു ഗാനം ആലപിപ്പിക്കുകയും ആ കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. എല്ലാ കുഞ്ഞുങ്ങളും ജീവിതത്തിൽ കലയ്ക്കും കായികത്തിനും വളരെയധികം പ്രാധാന്യം നൽകണമെന്നും എന്തെങ്കിലും ഒരു സ്പോർട്സോ അല്ലെങ്കിൽ കലയോ പാട്ടോ ചിത്രകലയോ എന്തെങ്കിലും ആകട്ടെ, അവയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് രൂപപ്പെടുത്തുവാനും അവ നന്നായി ഡെവലപ്പ് ചെയ്യാനും ഓരോ കുഞ്ഞുങ്ങളും ശ്രമിക്കണമെന്നും അഭിമന്യ മെത്രാൻ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു നല്ല വോളിബോൾ പ്ലെയറായ അഭിമന്യ മെത്രാൻ കുഞ്ഞുങ്ങളോട് സ്പോർട്സിൻ്റെ പ്രാധാന്യം പകർന്നു നൽകുകയും ജീവിതത്തിൽ പരാജയങ്ങളെ നേരിടുവാനുള്ള ഒരു മുന്നൊരുക്കം ഓരോ സ്പോർട്സും കുട്ടികൾക്ക് പകർന്നു നൽകുന്നുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തി. അഭിമന്യ പിതാവിൻ്റെ അവിചാരിതമായ ആ കടന്നുവരവ് തീർച്ചയായും ഓരോ ക്ലാസ് മുറിയിലെ കുഞ്ഞുങ്ങളെയും കൂടുതൽ സന്തോഷമുള്ളവരാക്കി മാറ്റി. ഓരോ ക്ലാസ് മുറികളിൽ കയറുമ്പോഴും അവിടെയുള്ള അധ്യാപകരോട് നർമ്മസംഭാഷണത്തിൽ ഏർപ്പെടുവാൻ അഭിമന്യ പിതാവ് മറന്നില്ല. ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ടീച്ചേഴ്സിനെ കുറിച്ചും
അവർ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ചോദിച്ചറിയുകയും പഠിക്കുവാനുള്ള ചില ലളിത മാർഗങ്ങൾ അവർക്ക് പകർന്നു നൽകുകയും ചെയ്തു. പഠിക്കുന്ന കാര്യം ശ്രദ്ധിക്കാതെ സ്നേഹബഹുമാനം നിറഞ്ഞ സുജാ ജോസഫ് ടീച്ചർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച്.എം. അഭിമന്യ മെത്രാനോടുകൂടെ ഓരോ ക്ലാസ് മുറിയിൽ കയറുകയും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം മെത്രാന് പകർന്നു നൽകുകയും അവിടെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെക്കുറിച്ചും അഭിമന്യ മെത്രാന് വേണ്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു. 9ാം ക്ലാസ്സിൽ കയറിയ അഭിമന്യ മെത്രാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിലായി എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ വേണം 9ാം ക്ലാസ്സിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ എന്ന് അഭിമന്യ മെത്രാൻ കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തി. 8ാം ക്ലാസ്സിൽ കയറി കുഞ്ഞുങ്ങളോട് അഭിമന്യ മെത്രാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരാകാനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ അംബീഷൻ എന്താണ് എന്ന് അഭിമന്യ മെത്രാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. എനിക്കൊരു കളക്ടറാകണം എന്ന് പറഞ്ഞ കുട്ടിയെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തു. ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെയും നമ്മളുടെ ചിന്തകളുടെ ആകത്തുകയാണല്ലോ. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായി മാറുന്നു. കുഞ്ഞുങ്ങൾ മെത്രാനോട് പറഞ്ഞ അവരുടെ ഹൃദയാഭിലാഷങ്ങൾ പൂവണിയട്ടെ. അവരുടെ ചിന്തകൾ നാളെ അവരുടെ ജീവിതത്തിന് ഉപയുക്തമായി മാറട്ടെ. ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങളെ സന്ദർശിച്ചതിന് ശേഷം പടിയിറങ്ങി വരുമ്പോൾ അഭിമന്യ മെത്രാന്റെ മുഖത്ത് വളരെയധികം സംതൃപ്തിയും സന്തോഷവും ദർശിക്കുവാൻ സാധിച്ചു. സ്കൂൾ ബസ്സിലെ ഫസ്റ്റ് ട്രിപ്പിന്റെ സമയമായതിനാൽ UP-യിലെ കുഞ്ഞുങ്ങളെ കാണാൻ മെത്രാൻ സാധിച്ചില്ല. സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴേ റോഡിൽ നിന്ന ശ്രീരാജനെ അനുഗ്രഹിക്കുകയും ചെയ്തു. യാത്രാമധ്യേ വഴിയോരത്ത് കച്ചവടം നടത്തുന്നവരെയും സാധനങ്ങൾ വാങ്ങിപ്പോയ മനുഷ്യനെയും ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴേ നടന്നുപോയ ഒരു കൊച്ചുകുട്ടിയെ ചേർത്ത് പിടിക്കുകയും ആ കുഞ്ഞിനോടും അവൻ്റെ അമ്മയോടും കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു മെത്രാനെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഒരുപക്ഷെ കാറിൽ പോകാമായിരുന്ന മെത്രാൻ ഞങ്ങളുടെ കൂടെ നടന്നു വരികയും സ്കൂൾ ഗ്രൗണ്ട് കണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച്.എമ്മിനെ അഭിനന്ദിക്കുകയും ചെയ്തു. സെമിനാരി കാലം മുതലേ അഭിമന്യ മെത്രാന്റെ ഏറ്റവും വലിയ സ്വഭാവ ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനുള്ള കഴിവ്. അപരനെ ആദരിക്കുവാനും ബഹുമാനത്തോടെ നോക്കിക്കാണുവാനും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മറ്റുള്ളവരെ നമ്മളെക്കാളും ശ്രേഷ്ഠരായി കരുതുവാനുമൊക്കെയുള്ള ഒരു കഴിവ് ഈ മെത്രാൻ അല്ലാതെ പിന്നെ വേറെ ആർക്കാണ് ഇവിടെയുള്ളത്? യാത്ര പറയുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ ഫുട്ബോൾ കളി കണ്ട അഭിമന്യ മെത്രാൻ ഒരു കുട്ടിയെ അരികത്ത് വിളിച്ച് അഭിനന്ദിക്കാനും മറന്നില്ല. Be nice to people on your way up, because you have to meet them on your way down. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ നീ പോകുമ്പോൾ മറ്റുള്ളവരുമായി മാന്യമായി പെരുമാറുക. കാരണം നീ താഴെ വരുമ്പോൾ അവരെയെല്ലാം വീണ്ടും കാണേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് സെയിൻറ്റ് കൊറിയറ്റിയിൽ എന്നെ പഠിപ്പിച്ച പ്രിയപ്പെട്ട എബ്രഹാം സാർ എൻ്റെ ഓട്ടോഗ്രാഫിൽ എഴുതിയ വാക്കുകൾ: അഭിമന്യ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ഒരനുഗ്രഹമാണ്.